കുംഭമേളയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ ഇൻസിഡൻറ്റിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ സെലിബ്രേഷൻ സീരീസ് പാർട്ട് 9. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടായ ത്രിവേണി സംഗമത്തിലോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പോയത്. കൊടുംതിരക്കിലൂടെ ഏകദേശം 7.5 കിലോമീറ്റർ നടക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായി ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്വാമി ഒരു പാത്രമൊക്കെ ആയിട്ട് എൻ്റെ അടുത്തോട്ടേക്ക് നടന്നു വന്നു. തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സ്വാമിയുടെ വലത്തേ കയ്യിൽ ഒരു കെട്ട് പാമ്പിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഇത് കണ്ടതും അയ്യോ എന്ന് വിളിച്ച ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഞാൻ. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചാണ്ടോ നമ്മൾ ഈ തീയിലൊക്കെ തൊടുമ്പോൾ കൈ വലിക്കുന്ന പോലെ. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മാറി മറിഞ്ഞു. എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ ആകപ്പാടെ ഒരു പേടിയായി. ഇനി ഇതേപോലത്തെ കാഴ്ചകൾ ഫ്രണ്ടിലുണ്ടാവുമെന്ന് ഓർത്ത് പുറകോട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട ആ സ്വാമി അവിടെ ഉണ്ട് താനും. അത്രയും നേരം നെഞ്ചു പിടിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടന്ന ഞാനാണെങ്കിൽ ഒരു കൂട്ടത്തെ കണ്ടുപിടിച്ച് അതിൻ്റെ ഇടയിൽ കയറി ഒളിച്ച് നടക്കാൻ തുടങ്ങി. പോലീസുകാരെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വലിയ രക്ഷകന്മാരെ പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാമല്ലോ നമുക്ക്. മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ദൈവം എന്ന ആശയത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കുന്നത്. ഈ പോലീസുകാരുള്ള ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കാന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ എനിക്കുള്ളൂ. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫിയർ എൻ്റെ മൈൻഡിന് സ്റ്റക്കാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു തിരക്കിനിടയിൽ ഞാൻ ഒറ്റയ്ക്കാണ് താനും. അപ്പോൾ ഇതേപോലെ മൈൻഡ് സ്റ്റക്കായിരിക്കുന്ന സമയത്ത് ലൈഫിനെ മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ഹോപ്പ് എന്ന രീതിയിലൊക്കെ ദൈവത്തിന് ആക്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എത്തിസ്റ്റ് ആയിരുന്ന പലരും ഒരു ആക്സിഡന്റിന് ശേഷം ഈശ്വര വിശ്വാസികളായി മാറുന്നത്. അഫ്കോഴ്സ് ഇതൊരു മൈൻഡിന്റെ ഗെയിം തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്യുന്ന കാരണങ്ങളൊന്നും തന്നെയാണ് ഇതും. ചിലർക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായെന്നേ വരില്ല എന്ന് കരുതി ഇതിനെ ആശ്രയിക്കുന്നവരെ വിമർശിക്കുന്നതിൽ ഒരു അർത്ഥമില്ല താനും. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.